അവൻ കുറ്റബോധം കൊണ്ട് അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ആ കൊല്ലാൻ ഏൽപ്പിച്ച ആളെ കാണുന്നു. അവൻ ആ കാറിനെ ഫോളോ ചെയ്ത് ഒരു വീട്ടിലേക്ക് കയറുന്നു. അവൻ വീട്ടിലേക്ക് കയറി അയാളെ മറിക്കുന്നു. വളരെ ദയനീയാവസ്ഥയിലായിരുന്നു അയാളെ അടിക്കുന്നത് കണ്ട് ബാക്കിലൂടെ ഒരു കുട്ടി വന്ന് ആൽബിനെ ഒരു വടി കൊണ്ട് തലയ്ക്ക് തല്ലുന്നു. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലിനെ കാണുന്നു. അപ്പോഴാണ് അയാൾ പറയുന്നത്, റസൂൽ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല, എന്റെ പേരക്കുട്ടിയാണ്, തന്റെ മരുമകനെ തന്നെയാണ് ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ചത് എന്ന് അയാൾ പറയുന്നു. റസൂൽ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഐഷയുടെ മകനല്ല എന്നും ആമിനയുടെ മകനാണ്, ആമിനയെയാണ് അയാൾ ആദ്യം വിവാഹം കഴിച്ചതെന്നും അയാൾ പറയുന്നു. തന്റെ മൂത്ത മകളെ തന്നെയാണ് അയാൾ വിവാഹം കഴിച്ചതെന്നും സന്തോഷത്തോടെ ജീവിച്ച കുടുംബമായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവൾക്ക് അസുഖം കൂടി, ചികിത്സകൾ ഒന്നും ചെയ്തിട്ട് ഫലിക്കാതെ ആയപ്പോൾ അവൾ മരിക്കുകയായിരുന്നു എന്നും അയാൾ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും എല്ലാവരും കൂടി ഐഷയെ അവനെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ സന്തോഷത്തോടുകൂടെ ജീവിക്കുകയായിരുന്നു. അവൾ മോഡലിംഗിൽ ആയിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. അവളുടെ ജോലി അവന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ അവൻ അവളെ വഴക്കു പറയുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ രണ്ടാളും താമസ സ്ഥലത്തേക്ക് പോകുന്നു. പിന്നീട് അറിയുന്നത് ആമിനയ്ക്ക് ഉണ്ടായിരുന്ന അതേ അസുഖം തന്നെ ഐഷയ്ക്കും വന്നു എന്നാണ്. അവൾ അതിന് ഒരുപാട് ചികിത്സ എടുക്കുന്നുണ്ട്. പക്ഷേ രോഗത്തിന് മാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് രോഗം എന്നും ആർക്കും കണ്ടുപിടിക്കാനായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം മരുമകനെ അന്വേഷിച്ച് അയാൾ ഒരു ഗോഡൌണിൽ എത്തുന്നു. അപ്പോൾ അവൻ അവിടെ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത് കാണുന്നു. അത് ഐഷ ഉപയോഗിക്കുന്ന ഷാംപൂവിലും മറ്റ് മേക്കപ്പ് സാധനങ്ങളിലും ആഡ് ചെയ്യുന്നത് അയാൾ കാണാനിടയാകുന്നു. എന്താണ് ആഡ് ചെയ്യുന്നതെന്ന് അറിയാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. സെലീനിയം എന്ന പൗഡർ ആണ് എല്ലാത്തിലും ആഡ് ചെയ്യുന്നത്. അത് പോയിസൺ ആണെന്നും അയാൾ കണ്ടുപിടിക്കുന്നു. ഇത് ഉപയോഗിച്ച് തന്നെയാണ് ആമിനയെയും അയാൾ വകവരുത്തിയതെന്ന് തന്റെ ഇളയ മകളെയും ഇങ്ങനെ തന്നെ കൊല്ലാനാണ് അയാൾ ഉദ്ദേശിക്കുന്നയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ ഒരു സൈക്കോ കില്ലർ ആണെന്നും അയാൾക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി അയാൾ തന്റെ മരുമകനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ജെറിക്ക് പണത്തിന് വേണ്ടിയുള്ള പരസ്യം കാണുന്നതും അവനെ സഹായിക്കണമെന്ന് റസൂൽ പറയുന്നതും അയാൾ ആൽബിയോട് പറയുന്നു. ഇനി എല്ലാവരും അറിയും. റസൂലിനെ അവളുടെ ഉമ്മയുടെ അടുത്ത് എത്തിക്കുമ്പോൾ അവൻ എല്ലാം തുറന്നു പറയും എന്നും എല്ലാവരും കുടുങ്ങും എന്നും അയാൾ പറയുന്നുണ്ട്. അവൾ എന്ത് തീരുമാനമെടുക്കുമെന്ന് എനിക്കറിയില്ല എന്നും അയാൾ അവനോട് പറയുന്നു. ജെറിയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഡയറിയിൽ ജെറി എഴുതിയിരിക്കുന്നതാണ്. പപ്പ എന്തിനാണ് എല്ലാം ഏറ്റു പറഞ്ഞതെന്നും റസൂലും റസൂലിന്റെ കുടുംബക്കാരും എല്ലാം പപ്പയോട് ക്ഷമിച്ചു എന്നും അവൻ അതിൽ എഴുതിയിരിക്കുന്നു. പപ്പ വരുമ്പോഴേക്കും എന്റെ പോലെ ഒരു മകൻ ഉണ്ടാകുമെന്നും അവൻ അതിൽ എഴുതിയിരുന്നു. മീര ഒരു കുഞ്ഞിനെയും എടുത്ത് കൊഞ്ചിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാവുന്നു ജെറി മരിച്ചു എന്നും അവനെ പോലെ തന്നെ വേറൊരു കുഞ്ഞു ഉണ്ടായിട്ടുണ്ട് എന്നും ആൽബിൻ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞു ജയിലിൽ ആണെന്നും ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടി ഒന്ന് സബ് ചെയ്തേക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.